വാർത്തയിലേക്ക് പോകാം. കൊല്ലത്തിൻ്റെ സ്വന്തം വാനമ്പാടിയാണ് വർഷ രഞ്ജിത്ത് എന്ന 20-കാരി. 4-ാം വയസ്സിൽ തുടങ്ങിയ സംഗീതയാത്ര ഇന്ന് പുരസ്കാര നിറവിലെത്തി നിൽക്കുകയാണ്. 2020 മികച്ച ഗായികയ്ക്കുള്ള പുരസ്കാരമാണ് നിലം എന്ന സിനിമയിലെ ഗാനത്തിന് തമിഴ്നാട് സർക്കാരിൽ നിന്ന് വർഷ ഏറ്റുവാങ്ങിയത്. திரைப்பட விருதுகள் வழங்கப்பட்டு வருகின்றன. சிறந்த பின்னணி பாடகி விருது பெற்றுக் கொள்கிறார்கள் திருமதி வர்ஷா ரஞ்சித் அவர்கள். പുരസ്കാര നിറവിൻ്റെ സന്തോഷത്തിലാണ് കൊല്ലം മുണ്ടയ്ക്കൽ സ്വദേശിനിയായിട്ടുള്ള വർഷ രഞ്ജിത്തും കുടുംബവും. അതായത് മികച്ച ഗായികയ്ക്കുള്ള 2020 പുരസ്കാരമാണ് ഇത്തവണ തമിഴ്നാട് സർക്കാരിൽ നിന്നും വർഷ ഏറ്റുവാങ്ങിയത്. എന്തായാലും സംഗീത സംവിധായകനായിട്ടുള്ള ശരത് സാറിൻ്റെ സഹോദര പുത്രിയും കൂടെയാണ്. വലിയൊരു സന്തോഷം. അതിനപ്പുറത്തേക്ക് ആദ്യം ഈ വിവരം അറിഞ്ഞപ്പോൾ എന്താണ് തോന്നിയത്? ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു. കാര്യം ആ ഒരു ഏജിൽ പാടിയതല്ലേ, അപ്പോൾ ഇത്രയും ലേറ്റായിട്ട് അവാർഡ് പറഞ്ഞപ്പോൾ അത് വിശ്വസിക്കാൻ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ നല്ല സോങ് ആണ്, അടിപൊളി സോങ് ആണ്. ആ ഒരു ടൈമിൽ നമുക്കിങ്ങനെ ഔസിപ്പറ്റൻ സാറും പറഞ്ഞായിരുന്നു, എന്താണ് മോളെ നിനക്ക് ഇതിനൊരു അവാർഡ് സാധ്യതയുണ്ട്, കാര്യം നല്ലൊരു പാട്ടാണ്, നല്ല വരികളും നല്ലൊരു സിറ്റുവേഷനും നല്ല മ്യൂസിക്കും, മോള് പിന്നെ നന്നായിട്ട് പാടിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവാർഡിൻ്റെ അത്രയും ഈക്വൽ ആയിട്ടുള്ള ഇതാണ് ഔസിപ്പറ്റൻ സാറിൻ്റെ വാക്കുകൾ. അതായത് തൻ്റെ 14-ാം വയസ്സിലാണ് ഈ സിനിമയിൽ പാട്ട് പാടുന്നത്, തായ്നിലം എന്നുള്ള സിനിമയിൽ. അപ്പോൾ ആ പാട്ട് വർഷങ്ങൾ ഇത്രയും കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു പുരസ്കാരം തേടിയെത്തിയത്. അതെ അതെ, അതായത് ഭയങ്കര സന്തോഷമുണ്ട്. എന്താ പറയണ്ടേ, എനിക്ക് വാക്കുകളില്ല, സന്തോഷം. അതിന് 4-ാം വയസ്സിലാണ് ഈ സംഗീത രംഗത്തേക്ക് വരുന്നത്. ഇപ്പോൾ എത്രത്തോളം സിനിമകളിൽ പാടിയിട്ടുണ്ട്? ഇപ്പോൾ ഒരു 70ഓളം പടത്തിൽ ഇപ്പോൾ പാടി. 4.5 വയസ്സിലായിരുന്നു എൻ്റെ ഫസ്റ്റ് ഡെബ്യൂ. അത് തമിഴിൽ തന്നെയായിരുന്നു ഞാൻ പാടിയത്. രമേശ് വിനായകം സാറിന് അങ്ങനെ കുറേ നല്ല നല്ല മ്യൂസിക് ഡയറക്ടേഴ്സിനെ പാടാൻ പറ്റി. അതന്നെ. അതുപോലെ തന്നെ ഈ തായ്നിലം എന്നുള്ള സിനിമയിലെ ഈ പാട്ടിന് ഒരു ഇമോഷണൽ ടച്ച് കൂടെ ഇല്ലേ? അതെ, നല്ലൊരു സിറ്റുവേഷനാണ്. ഒരു ഫാദർ ഡോട്ടർ ബോണ്ടാണ്. അപ്പം ആ ഒരു സോങ്ങും എന്താ പറയണ്ട, ഭയങ്കര ഫീലാണ്. ഇപ്പോൾ സിറ്റുവേഷൻ ആണെങ്കിലും ഈ പറഞ്ഞ കണക്ക് ഭയങ്കര ഒരു സ്റ്റോറിയാണ്. തൻ്റെ കുട്ടിക്കാലമൊക്കെ തമിഴ്നാട്ടിലായിരുന്നല്ലോ, ആദ്യ ഘട്ടമൊക്കെ പഠനമൊക്കെ. അതിനുശേഷം എന്നാണ് ഈ കേരളത്തിലേക്ക് വരുന്നത്? കേരളത്തിൽ ഇപ്പോൾ ഒരു 4 വർഷമായിട്ട് ഇപ്പോൾ കേരളത്തിലാണ്. കോവിഡൊക്കെ ആയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പെട്ടെന്ന് ഇങ്ങനെ ഇവിടെ വന്നതാണ്. അപ്പം നമ്മളിവിടെ സെറ്റിൽ ആവാനുള്ള പ്ലാൻ ഇല്ലായിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോൾ പിന്നെ ഇവിടെ അങ്ങായി. ഞാൻ 12th വരെ ചെന്നൈയിലാണ് പഠിച്ചത്. അപ്പോൾ ഫാമിലിയുടെ ഭാഗത്തു നിന്നൊക്കെ വലിയൊരു സപ്പോർട്ട് കിട്ടുന്നുണ്ട്? തീർച്ചയായിട്ടും. എൻ്റെ അമ്മയച്ഛനാണ് എൻ്റെ ബെസ്റ്റ് സപ്പോർട്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ എന്നെ 4 വയസ്സ് തൊട്ട് എന്നെ ട്രെയിൻ ചെയ്യുന്ന എൻ്റെ അച്ഛനാണ്. സോ ഇപ്പോഴും ഇപ്പോൾ എനിക്ക് മൊത്തം വഴക്കും കാര്യങ്ങളൊക്കെയാണ്. ഈ പാട്ടൊക്കെ പാടുമ്പോൾ ഭയങ്കര ക്രിട്ടിസൈസിങ്ങും ഒക്കെയാണ്. അച്ഛനാണല്ലോ ഈ വിവരം ആദ്യം അറിയുന്നത് അല്ലേ? അതെ 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 അതെ. എനിക്ക് സത്യം പറഞ്ഞാൽ എന്തിനാ അവാർഡ് എന്നുള്ളത് നമുക്ക് മനസ്സിലായില്ല, ഏത് ഫിലിമിലാണെന്നുള്ളത് അറിയാൻ വയ്യ. കാരണം ഇവിടെ ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുള്ളത് കൊണ്ട് ഞാൻ വിചാരിച്ച് പോയ വട്ടം നാഷണൽ അവാർഡിൻ്റെ നോമിനിയും കൂടെ ആയിരുന്നു ഇവിടെ. അതും ഔസേപ്പച്ചൻ സാറിൻ്റെ പാട്ട് തന്നെ ആയിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു, ഇനിയും ഈ AI ഒക്കെ വന്നുകൊണ്ട് ഇനി വല്ലൊരു ഈ പ്രാങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തതാണോ. പിന്നാണ് മനസ്സിലായത്, അവിടുന്ന് ഇവിടുന്നൊക്കെ വിളി വന്നപ്പോൾ ഭയങ്കര സന്തോഷമായി. പിന്നെ നമ്മൾ ഉറങ്ങിയിട്ടില്ല. മകളൊരു മികച്ച ഗായികയായി ഇങ്ങനെ പുരസ്കാരമൊക്കെ വാങ്ങി നിൽക്കുമ്പോൾ അമ്മയ്ക്ക് എന്താ തോന്നുന്നത്? ഞാൻ എന്താ പറയേണ്ടത്, അഭിമാന നിമിഷമെന്ന് തന്നെ പറയാമല്ലോ. ഭയങ്കര സന്തോഷം.
എന്തായാലും ഈ പഠനത്തോടൊപ്പമാണല്ലോ ഈ ഒരു സംഗീതവും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ നമ്മൾ കൂടുതലും സമയം നൽകുന്നത് ഇപ്പോൾ സംഗീതത്തിന് തന്നെയാണ്. അതെ, തീർച്ചയായിട്ടും. ഇപ്പം മ്യൂസിക് ഇപ്പോൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യണമല്ലോ, അത് ചെയ്യാതെ നമുക്ക് വഴിയില്ല. അപ്പോൾ 4 വയസ്സ് തൊട്ടേ ഉള്ള ഒരു പ്രാക്ടീസ് ഉണ്ട്. അതെ, അതോടൊപ്പം തന്നെ ഔസേപ്പച്ച സാറിൻ്റെ ഭാഗത്തു നിന്നൊക്കെ വലിയൊരു സപ്പോർട്ട് കിട്ടുന്നുണ്ട്. തീർച്ചയായിട്ടും. ആ സോങ് ഇപ്പോൾ നമ്മൾ സിറ്റുവേഷൻ പറഞ്ഞു തരുന്നതാണെങ്കിലും ഒക്കെ നമുക്ക് ഭയങ്കര എൻ്റെ ആ ഒരു പ്രായമല്ല, നമുക്കിപ്പോൾ എനിക്കിപ്പോൾ 20 വയസ്സുണ്ട്. അപ്പം ആ ഒരു ഏജ് 13ാമത്തെ വയസ്സിലാണ് ആക്ച്വലി പാടുന്നത്. അപ്പം ആ ഒരു ടൈമിൽ നമുക്ക് ആ ഒരു ഇമോഷൻ മനസ്സിലാക്കാനായിട്ട് ആക്ച്വലി ട്യൂൺ തന്നെ ഭയങ്കര ധാരാളം വരുന്നത് എനിക്ക് മനസ്സിലാക്കാനായിട്ട്. പക്ഷേ പിന്നെ എനിക്കിങ്ങനെ പറഞ്ഞു തന്നു, മോളെ ഇങ്ങനെയാണ് സിറ്റുവേഷൻ, അതൊരു വല്ലാത്ത സിറ്റുവേഷനാണ് ആക്ച്വലി. അപ്പം അങ്ങനെ പറഞ്ഞു തരാൻ ആ കാണിച്ച എഫേർട്ടും കാര്യങ്ങളൊക്കെ, അപ്പം എൻ്റെ മാക്സിമമാണ് ഞാൻ ആ സോങ്ങിൽ കൊടുത്തേക്കുന്നത്. ഈ മേഖലയിൽ ഒരുപാട് മുതിർന്നവർ വഴികാട്ടിയാകുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും. അപ്പോൾ അതിൽ തന്നെയാണ് ഞാനിപ്പോൾ നേരത്തെ ശരത് സാറിൻ്റെ കാര്യം സൂചിപ്പിച്ചിരുന്നു. എങ്ങനെയുണ്ട് സാറിൻ്റെ ഭാഗത്തു നിന്നുള്ള? വലിയച്ഛന് സന്തോഷം, എന്നെ വിളിച്ചായിരുന്നു, മോളെ കൺഗ്രാജുലേഷൻസ് എന്നൊക്കെ പറഞ്ഞു. ഒരുപാട് സന്തോഷം. അവസാനമായിട്ട് ചെയ്ത പാട്ട് ഏതാണ് സിനിമയിൽ ഇപ്പോൾ ലാസ്റ്റ് ഇറങ്ങിയത് അതിഭീകര കാമുകൻ ഫിലിമിൽ വിപിൻ അശോക് ചേട്ടന് പാടിയ സോങ്ങാണ്, തണലാല്. അപ്പോൾ എന്തായാലും ഇനിയും ഈ രംഗത്ത് വിജയങ്ങൾ കൈവരിക്കാൻ, ഒരുപാട് ഉയരങ്ങളിലേക്ക് പോകാനുള്ള ആശംസകൾ നേരുന്നു. ബിജു പരൂരിനൊപ്പം എം മനോജ്, ജനം, കൊല്ലം. അസാധ്യ പാട്ടുകാരിയായിരുന്നു അല്ലേ വർഷ നമ്മുടെ ശരത് സാറിന്റെ സഹോദര പുത്രിയാണ്. അതെ നല്ല പാട്ടാണ്, നല്ല പാട്ടുകളായിരുന്നു. കേൾക്കാൻ വളരെ രസകരം. തമിഴ്നാട് സർക്കാരിന്റെ അവാർഡൊക്കെ കിട്ടണമെങ്കിൽ സംസ്ഥാന പുരസ്കാരമാണ്. അപ്പോൾ അത്ര നല്ല പാട്ടാണ്. നമ്മൾ 5 മിനിറ്റ് പോയത് അറിഞ്ഞില്ല. യെസ്.